പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ അസംഗഡിൽ 34,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന സംരംഭങ്ങളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും നിർവഹിച്ചു. രാജ്യത്തെ 15 വിമാനത്താവളങ്ങളുടെ പുതിയ ടെർമിനൽ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ റെയിൽ, റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ 19,000 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കമായത്. പിന്നാക്ക മേഖലകളുടെ വികസന ചരിത്രത്തിൽ രാജ്യത്ത് പുതിയ അധ്യായം രചിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ രാഷ്ട്രീയവും വികസനത്തിന്റെ ദിശയും തീരുമാനിക്കുന്നത് ഉത്തർപ്രദേശാണെന്ന് വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തൊട്ടാകെ 9,800 കോടിയിലധികം രൂപയുടെ 15 വിമാനത്താവള പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. പൂനെ, കോലാപൂർ, ഗ്വാളിയർ, ജബൽപൂർ, ഡൽഹി, ലക്നൌ, അലിഗഡ്, അസംഗഡ്, ചിത്രകൂട്, മുറാദാബാദ്, ശ്രവസ്തി, ആദംപൂർ വിമാനത്താവളങ്ങളിലെ 12 പുതിയ ടെർമിനൽ കെട്ടിടങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കടപ്പ, ഹുബള്ളി, ബലാഗാവി വിമാനത്താവളങ്ങളുടെ 3 ടെർമിനൽ കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. വെറും 16 മാസം കൊണ്ടാണ് ഗ്വാളിയർ ടെർമിനൽ പൂർത്തിയാക്കിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വില ലഭ്യമാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ മുൻഗണന. മുൻപുള്ളതിനേക്കാൾ മികച്ച താങ്ങുവിലയാണ് ഇന്ന് കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. गन्ना किसानों के लिए भी इस साल लाभकारी मूल्य में 8% की वृद्धि की गई है. अब गन्ने का लाभकारी मूल्य 315 रुपये से बढ़कर 340 रुपये प्रति क्विंटल हो गया है. വിമാനത്താവളം, ഹൈവേ, റെയിൽവേ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയ്ക്കൊപ്പം വിദ്യാഭ്യാസം, ജലം, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് ഇന്ന് പുതിയ മുന്നേറ്റം ലഭിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഉത്തർപ്രദേശിൽ നടപ്പാക്കിയത്. ഇത് യുപിയുടെ അടിസ്ഥാന സൌകര്യങ്ങളിൽ മാറ്റം വരുത്തുക മാത്രമല്ല, യുവാക്കൾക്ക് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. PMGSY പ്രകാരം ഉത്തർപ്രദേശിൽ 3,700 കോടിയിലധികം രൂപയുടെ 744 ഗ്രാമീണ റോഡ് പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.